പക്ഷേ അതിന് വേറെ ചില പ്രശ്നങ്ങളുണ്ട്. എന്ത് പ്രശ്നം? അച്ഛൻ കേട്ടിട്ടില്ലേ ഈ തോട്ടത്തിൽ ബിൽഡേഴ്സ്, തോട്ടത്തിൽ കൺസ്ട്രക്ഷൻസ്, തോട്ടത്തിൽ? അറിയാടാ, തോട്ടത്തിൽക്കാർക്ക് വലിയ വലിയ കമ്പനികളാ, വലിയ ബിസിനസ്സുകാരാ. അവരുടെ ബിസിനസ് ഇവിടെ മാത്രമല്ലടാ, കൂടുതലും വിദേശത്താ. ദുബായ്, അബുദാബി, ഖത്തർ, സൗദി അറേബ്യ. അച്ഛാ, അതെന്നെ ഞാനും പറഞ്ഞു വരുന്ന. ജോലി കിട്ടിയ ഞാൻ UAE-ലേക്കോ ഖത്തറിലേക്കോ പോകേണ്ടി വരും. അതിനെന്താടാ, പോണോന്ന് വെച്ചാ പോണം. അല്ല, അച്ഛനമ്മയും ഇവിടെ ഇട്ടേച്ച്. എടാ, അതിന് ഞങ്ങള് രോഗികളൊന്നുമല്ലല്ലോ. ഇപ്പോഴും ഞാനും നിന്റെ അമ്മയൊക്കെ ജോലികൾ ചെയ്യുന്നുണ്ട്. പിന്നെ കൂടപ്പുറപ്പുകളുടെ കാര്യത്തിൽ നീ വിഷമിക്കണ്ട. സ്ത്രീയെ അവൻ ഉപേക്ഷിച്ച മട്ടാണെങ്കിലും അവൾക്ക് നല്ലൊരു ജോലിയില്ലടാ. പ്രിയക്കാണെങ്കിൽ ജയനുണ്ട്. പിന്നെ ഞങ്ങളെ ഓർത്ത് നീ വിഷമിക്കണ്ട. എടാ, രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അന്യരാജ്യത്ത് പോയേ പറ്റൂ. നമുക്ക് രക്ഷപ്പെടണോ വെച്ചാ? കഴിഞ്ഞ ദിവസത്തെ ആ സംഭവത്തിന് ശേഷം അങ്ങനെ ഒരു തോന്നല എന്റെ മനസ്സിൽ. എനിക്കും അങ്ങനെയൊക്കെ തന്നെ മോനെ ആലോചനകൾ. നമ്മുടെ ചിന്താഗതികളും വിശ്വാസങ്ങളൊക്കെ പലതും മാറ്റിയേ പറ്റൂ. എടാ മോനെ, ഈ സമൂഹത്തില് പണമാണ് മനുഷ്യന്റെ മാനദണ്ഡം നിശ്ചയിക്കുന്നത്. പണമില്ലാത്ത മനുഷ്യർക്ക് പരിഹാസവും അപമാനമാണ്. അതേച്ചാ, കുറച്ച് കാശുണ്ടാക്കണം. അതാരെയും തോൽപ്പിക്കാനോ ജയിക്കാനോ ഒന്നുമല്ല, കുറച്ച് അഭിമാനത്തോടെ ജീവിക്കാനാ. വിശപ്പടക്കാൻ മാത്രം കാശുണ്ടാക്കിയാൽ മതിയെന്നാ ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഇവിടെ അത് മാത്രം പോരാ. 10 പേരുടെ മുൻപിൽ തല ഉയർത്തി നിൽക്കണമെങ്കിൽ ഇവിടെ സമ്പന്നനാകണം. ഈ ലോകത്ത് എവിടെയാണെങ്കിലും ശരി, കാശുണ്ടാക്കാൻ പറ്റുമെങ്കിൽ നീ അവിടെ പോണം. പക്ഷേ പോണെങ്കിൽ അതിനും കുറെ കാശ് വേണം. ഈ ജോലിക്ക് അദ്ദേഹം പറഞ്ഞനുസരിച്ച് 15 ദിവസം മുമ്പേല് ട്രെയിനിങ്. അത് കഴിഞ്ഞ് ഏത് രാജ്യത്തേക്ക് എന്നെ വിടുന്നെന്ന് അവര് തന്നെ തീരുമാനിക്കും. പക്ഷേ വിസയ്ക്കും ടിക്കറ്റിനും ഒക്കെ കാശ് വേണോച്ചാ. ഞാനൊരു ഐഡിയ നിന്നോട് പറയട്ടെ. അച്ഛൻ പറയേ. എനിക്കും ഈ നാട് മടുത്തു മോനെ. നമുക്ക് നമ്മുടെ വീട് വിൽക്കാം. എന്നിട്ട് എന്റെ രാധമ്മയുടെ നാടായ തുരുത്തിക്കാട് ഒരു ചെറിയ വീട് വാടകയ്ക്ക് എടുക്കാം. അച്ഛാ, അത് വേണോ? ഞാൻ പറയുന്നത് കേക്ക്. വിറ്റിട്ട് കുറച്ച് കാശ് പ്രിയയ്ക്ക് കൊടുക്കാം. അവള് വീട് പണി പൂർത്തിയാക്കിയിട്ട് അങ്ങോട്ട് മാറട്ടെ.